ഗോദാർദിന് അത് പറയാൻ അവകാശമുണ്ട്. കേരളത്തിൽ ഒരു സംവിധായകന് അത് പറയാനുള്ള അവകാശമില്ല. നമ്മുടെ സാഹിത്യമൊക്കെ എത്തിയ ഉയരങ്ങളിലേക്കൊന്നും അടുത്തെത്താൻ പോലും നമ്മുടെ മലയാള സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മരിച്ച വീടിൻ്റെ ചിത്രീകരണമായിരുന്നില്ല. അത് കടലോര ദേശത്തെ ഒരു മരിച്ച വീട്ടിലേക്ക് അവിടുത്തെ ഒരു സമൂഹം കയറി വരുന്നതാണ്. അത് ഇന്നും കാണുമ്പോൾ നമ്മളൊന്ന് ഞെട്ടിപ്പോകും. അതിൻ്റെ മൂന്നാമത്തെ ഷോട്ട് ഒരു കണ്ണിങ്ങനെ വിടർത്തിപ്പിടിച്ച് കത്തി കൊണ്ട് കീറുന്നതാണ്. അതായത് നിങ്ങളുടെ കാഴ്ചാശീലങ്ങൾ ഞാൻ തകർക്കുകയാണ്, കീറി മുറിക്കുകയാണെന്ന് ഓഡിയൻസിനോട് പറയുകയാണ്. കൊച്ചിയിലെ മനുഷ്യർക്കും ഉണ്ടല്ലോ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും. അവരും ഇതൊക്കെ അവരുടെ ഭാഷയിൽ തന്നെയാണ് ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ ദുഃഖം പറയുവാനായിട്ട്, സെൻറ്റിമെൻറ്റ്സ് പറയുവാനായിട്ട് വള്ളുവനാടൻ സ്ലാങ്ങിൽ പറയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലയെന്ന് എനിക്ക് നല്ല തീർച്ചയുണ്ടായിരുന്നു. ഈ സിനിമയുടെ സ്ട്രക്ചർ പൊളിക്കണ്ടേ, അത് ചെയ്തിട്ടില്ല. നമ്മൾ പുതിയൊരു കഥ പറയുന്നു പഴയ ഫോർമാറ്റിൽ, പുതിയൊരു പശ്ചാത്തലത്തിലുള്ളൊരു കഥ പറയുന്നു പഴയ ഫോർമാറ്റിൽ. അപ്പോൾ നമ്മൾ അത്ഭുതങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഈ പറയുന്ന ഭാഷയിലെ മാറ്റം എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ എഴുതുകയാണെങ്കിൽ ലളിതമായ ഭാഷയിൽ എഴുതിയാൽ മാത്രമേ അവർ വായിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഒരു പക്ഷേ പലരും ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ പത്രഭാഷയിൽ കുറച്ച് നോവലുകൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ഭാഷയിൽ നോവലുകൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ജേർണലിസം തന്നെയാണ്. അത് നോവൽ എന്ന് പറയാൻ പറ്റില്ല, സാഹിത്യം എന്ന് പറയാൻ പറ്റില്ല. സാഹിത്യത്തിന് സാഹിത്യമായ ഒരു ഭാഷയുണ്ട്. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സോക്കോൾഡ് സാഹിത്യ വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അന്നത്തെ കാലത്ത് പലരും ഉപയോഗിച്ചിരുന്ന ഇന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് സാഹിത്യമാകുന്നത് എന്ന മട്ടിൽ ഒരു വാക്കും ബഷീർ ഉപയോഗിച്ചിട്ടില്ല, VK ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ടും അവരെഴുതിയത് ഗംഭീര സാഹിത്യമല്ലേ. അപ്പോൾ ഇതെല്ലാം തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടാകുന്ന വിലയിരുത്തലുകളാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ കടുകട്ടി വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് സാഹിത്യം ഉണ്ടാകുന്നത് എന്നുള്ളത് വലിയൊരു തെറ്റിദ്ധാരണയാണത്. അത് സാഹിത്യം എന്താണെന്ന് അറിയില്ലാത്തതിൻ്റെ കുഴപ്പമാണത്. ഈ ഭാഷയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു കാലഘട്ടത്തിൽ ഇപ്പം മലയാളത്തിൽ സിനിമ ആയിക്കോട്ടെ, കഥകളായിക്കോട്ടെ, നോവലുകളായിക്കോട്ടെ, ഇതൊക്കെ ഒരു വള്ളുവനാടൻ ശൈലിയിൽ, വള്ളുവനാടൻ തറവാട്ട് ഉറ്റത്ത് ചാരുകസേര ഇട്ടിരിക്കുന്ന ഒരു സ്വഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ സാറിൻ്റെ കഥകളിലേക്ക് വരുന്ന സമയത്ത് അതിനൊരു മാറ്റമുണ്ട്. വേരുകൾ ഇവിടെ ആയതുകൊണ്ടായിരിക്കാം അതിന് കൊച്ചിയുടെ തനതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. അതിൽ വരുന്ന കഥാപാത്രമായി തന്നെ വരുന്ന സ്ഥലങ്ങൾ കൊച്ചിയാണ്. ഈ കൊച്ചി ഭാഷ എന്നുള്ളത് അത്രത്തോളം, പ്രത്യേകിച്ചും ആ ഒരു കാലഘട്ടത്തിൽ കൊച്ചി ഭാഷ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു റിസ്ക് ആണല്ലോ. പ്രത്യേകിച്ചും ചാവുന്നില, എനിക്ക് തോന്നുന്നു ആ സമയങ്ങളിൽ അതിനൊരു ഹൈബർനേഷൻ ഉണ്ടായത്, ആ സമയങ്ങളിൽ അതിനൊരു സ്വീകാര്യത ഇല്ലാതെ പോയത് ഒരു പക്ഷേ ഈ ഭാഷാ മാറ്റം അല്ലെങ്കിൽ ഈ ശൈലി മാറ്റം കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? അത് 93 ഞാൻ മിഖായലിൻ്റെ സന്തതികൾ എന്ന് പറഞ്ഞൊരു ടെലിവിഷൻ പരമ്പര ചെയ്തു. അത് മലയാള ദൃശ്യ മാധ്യമത്തിൽ ആദ്യമായിട്ട് കൊച്ചി സ്ലാങ് സംസാരിക്കുന്ന കഥാപാത്രങ്ങൾ വരുന്ന ഒരു പരമ്പരയായിരുന്നത്. 14 എപ്പിസോഡേ ഉള്ളൂ. ബിജു മേനോൻ ആദ്യമായിട്ട് വരുന്നത് അതിലാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എഴുത്തുകാരുണ്ട്, സിനിമയിലുള്ള തിരക്കഥാരചയിതാക്കൾ, ഡെന്നിസ് ജോസഫിനെ പോലെയുള്ളവരൊക്കെ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ഇത് കൊച്ചി ഭാഷ വന്നു കഴിഞ്ഞാൽ ഇത് ചിലവാകില്ല. അദ്ദേഹം പറഞ്ഞത് ഇതാണ്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചി ഭാഷ നമുക്ക് വേണമെങ്കിൽ ഒരു തമാശ ഉണ്ടാക്കാൻ, ഒരു തീവ്ര ദുഃഖം ആവിഷ്കരിക്കാൻ ഇത് പറ്റാതെ വരും. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണത്. പക്ഷേ എനിക്കതൊരു വാശിയായിരുന്നു. കൊച്ചിയിലെ മനുഷ്യർക്കും ഉണ്ടല്ലോ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും. അവരും ഇതൊക്കെ അവരുടെ ഭാഷയിൽ തന്നെയാണ് ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ ദുഃഖം പറയുവാനായിട്ട്, സെൻറ്റിമെൻറ്റ്സ് പറയുവാനായിട്ട് വള്ളുവനാടൻ സ്ലാങ്ങിൽ പറയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലയെന്ന് എനിക്ക് നല്ല തീർച്ചയുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ടാണ് ഈ മിഖായലിൻ്റെ സന്തതികൾ ടെലിവിഷൻ പരമ്പര വരുന്നത്. അന്ന് അത് എന്താ പറയുന്നത്, അത് അബ്സല്യൂട്ട് വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്ന അന്നത്തെ സമയത്ത് 93 അബ്സല്യൂട്ട് വ്യൂവർഷിപ്പ് എന്നാണ് അന്നത്തെ ദൂരദർശനിൽ നിന്ന് നമുക്ക് കിട്ടിയ അറിയിപ്പ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഭാഷാ വ്യതിയാനമൊന്നും ആർക്കും ഒരു വിഷയമൊന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ആ വൈകാരികത അവർക്ക് കൃത്യമായിട്ട് വിനിമയം ചെയ്യപ്പെട്ടിരുന്നു. നമ്മൾ കൊടുക്കുന്ന കല അവരിൽ തൊട്ടിരുന്നു. ആ തൊടലാണ് വേണ്ടത്. മനുഷ്യനെ തൊടണം, എന്നാൽ മാത്രമേ അവന് ആ അനുഭവം കിട്ടുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചാവുനിലത്തിന് ഈ ഭാഷ ഒരു പരിധിവരെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും. കാരണം മലയാള സാഹിത്യത്തിൽ എനിക്ക് മുമ്പേ കൊച്ചി സ്ലാങ്ങിൽ എഴുതിയിരുന്ന ഒരാൾ പോഞ്ഞിക്കര റാഫിയാണ്.
പോഞ്ഞിക്കര റാഫിക്ക് മുമ്പേ വാര്യത്ത് ചോറി പീറ്റർ എന്ന് പറഞ്ഞ ഒരു സാന്റാക്രൂസിലെ അധ്യാപകൻ 100 ചില്ലാനം വർഷത്തെ പഴക്കമുണ്ട് അദ്ദേഹത്തിൻ്റെ പരിഷ്കാര വിജയം എന്ന് പറഞ്ഞ നോവൽ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോഞ്ഞിക്കര റാഫി. ഇത് രണ്ടും റാഫി മാഷ് വളരെ നല്ല എഴുത്തുകാരനാണ്. സ്വർഗദൂതനെ പോലെയുള്ള ഗംഭീര നോവലുകൾ എഴുതിയിട്ട് അദ്ദേഹത്തെ ഒരിക്കലും മലയാളത്തിലെ 1-ാം നമ്പർ നോവലിസ്റ്റായിട്ട് ആരും വിലയിരുത്തിയിട്ടില്ല, ഒരിക്കലുമില്ല. അദ്ദേഹം അന്ന് ഈ അയ്യപ്പ പണിക്കർ, ബഷീർ ഇങ്ങനെയുള്ള ആളുകളായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു, അവർക്കൊക്കെ മതിപ്പുണ്ടായിരുന്നു. പക്ഷെ ആളുകളുടെ ഇടയിലേക്ക് ഇത് എത്തിയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കൊച്ചി ഈ സംസാര ഭാഷയിൽ എഴുതുന്നത് ഞാനാണ്. ചാവുനിലം എന്ന് പറഞ്ഞ നോവലാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും അതങ്ങനെ നിശ്ചലമായിപ്പോയി. ഈ ആദ്യത്തെ എഡീഷൻ ആരിലേക്ക് എത്തി തന്നെ ഇല്ല. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് അത് എവിടെയും എത്തിയില്ല. അത് പിന്നീട് ഇതിനൊരു 2-ാം എഡീഷൻ ഉണ്ടാകുന്നത് എനിക്ക് സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴാണ്. കുട്ടീസ് റാങ്കിന് നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴാണ് ഇതിനൊരു 2-ാമതൊരു എഡീഷൻ ഉണ്ടാകുന്നത്. കുട്ടീസ് റാങ്കിലെ ഒരു ഭാഗം തന്നെ കൊച്ചി സ്ലാങ്ങിലാണ് വരുന്നത്. അപ്പോൾ അതിന് കാരണം സ്ലാങ് മാത്രമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ചാവുനിലത്തിൻ്റെ വിഷയത്തിൽ അതായത് ഒരു വ്യത്യസ്തമായൊരു കൃതി ഉണ്ടാകുമ്പോൾ ആ നാട്ടിലെ നിരൂപകർ അത് വായിക്കുകയും അത് കണ്ടെടുക്കുകയും തിരിച്ചറിയുകയും അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുക പതിവുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മുടെ നിരൂപകർ എല്ലാ കാലത്തും പ്രശസ്തരായവരെ കൂടുതൽ പ്രശസ്തരാക്കാൻ വേണ്ടിയുള്ള എഴുത്തുകളെ എഴുതിയിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഈ സൂസൻ സൊണ്ടാഗ് എന്ന് പറഞ്ഞ അമേരിക്കൻ നിരൂപകയുണ്ടല്ലോ, പണ്ഡിത, മരിച്ചുപോയി. അപ്പോൾ അവരെ എത്രയോ എഴുത്തുകാരെയാണ് പൊക്കിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നതിൽ. റൂൾഫോയുടെ പെഡ്രോ പരാമോ പൊക്കിക്കൊണ്ടുവന്നത് അമേരിക്കൻ ഈ സാഹിത്യ മേഖലയിൽ കൊണ്ടുവന്നത് അവരാണ്. അപ്പോൾ എംബേഴ്സ് എന്ന് പറഞ്ഞ സാന്റോർ മറായിയുടെ ഒരു നോവലുണ്ട്, അത് ഉയർത്തിക്കൊണ്ടുവന്നത് ഈ സൂസൻ സൊണ്ടാഗാണ്. പക്ഷേ അത് അവരൊരു പ്രതിഭാശാലിയാണ്. അത്തരത്തിലുള്ള പ്രതിഭാശാലികളൊന്നും നമ്മുടെ ഭാഷയിൽ നിരൂപകരായിട്ട് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല പേരുകേട്ട നിരൂപകരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ KP അപ്പനെ പോലെ, രാധാകൃഷ്ണനെ പോലെയൊക്കെ നിരൂപകരൊക്കെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. അവരവരുടെ ധർമ്മം അനുഷ്ഠിച്ചിട്ട് കടന്നുപോയി. പക്ഷേ ധാരാളം പുതിയ എഴുത്തുകാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ കണ്ടെത്താനോ ഒന്നും അവർക്ക് സാധിച്ചില്ല. അത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാമല്ലോ, അശോകൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ട്. അധികം പേരൊന്നും വായിച്ചിട്ടില്ല. അദ്ദേഹം സ്വയം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ആർക്കും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി എഴുത്തുകാരുണ്ട് ഇവിടെ, മലയാളത്തിലുണ്ട്. അപ്പോൾ ഞാൻ ഒരു പരിധി വരെ എനിക്ക് എൻ്റെ പിന്നാലെ എഴുതി തുടങ്ങിയ ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർ വ്യത്യസ്തമായിട്ട് എഴുതി കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ വായിച്ച് എവിടെയെങ്കിലും ഒരു കുറിപ്പ് എഴുതാനൊക്കെ ശ്രമിക്കാറുണ്ട്, എന്നാൽ കഴിയുന്ന തരത്തിൽ. അപ്പോൾ നിരൂപകരുണ്ട്, പക്ഷേ അവർ ചെയ്യേണ്ട കൃത്യം ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ വിഷയമാണ്. എല്ലാ കാലത്തും നമുക്ക് ഒരാളെ അംഗീകരിക്കാൻ പ്രശസ്തി, സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ഇതൊക്കെ വലിയ വിഷയമാണ്. അപ്പോൾ അതൊരു അർത്ഥശൂന്യമായൊരു കാര്യമായിട്ടാണ് എനിക്ക് എല്ലാ കാലത്തും തോന്നിയിട്ടുള്ളത്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്നത് സിനിമാ താരങ്ങൾക്കുള്ളതാണ്. എഴുത്തുകാരൻ അങ്ങനെ സെലിബ്രിറ്റി ആവേണ്ട കാര്യമൊന്നുമില്ല. അത് കൊച്ചിയിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾ, ഓരോ വിഷയങ്ങളൊക്കെ കഥാപാത്രമാണ്. ഇപ്പം ഈമായോയിൽ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതിൽ കരയുന്ന രംഗം, ഒരു മൃതദേഹം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്ത്രീകളിരുന്ന് കരയുന്നത്, അത് കൊച്ചിയിലുണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു. പേര് ഞാൻ ഓർക്കുന്നില്ല, കണ്ണോക്ക്. അത്തരം രീതികൾ ഉണ്ടായിരുന്നു, അതിനെ കൊണ്ടുവരുന്നു. ഇപ്പം അടിയാളപ്രേതത്തിലാണെങ്കിലും ആരാണ് കാപ്പിരി മുത്തപ്പൻ എന്നറിയാത്തൊരു കേരളത്തോടാണ് കാപ്പിരി മുത്തപ്പ സംസാരിക്കുന്നത്. അപ്പം ഇത്തരം കൊച്ചിയുടെ അടയാളങ്ങളെ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇപ്പം പണ്ട് കേട്ട കഥകളായിരിക്കാം, അല്ലെങ്കിൽ കാണുന്ന അനുഭവങ്ങളായിരിക്കാം. ഇതിൽ എങ്ങനെയാണ് ഒരു കഥയിലേക്ക് ഇത്തരം എലമെന്റുകൾ സ്വാധീനിക്കുന്നത്? അല്ല, അത് സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കിയാണല്ലോ എഴുതുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ജീവിതമാണത്. ഞാൻ ചെറുപ്പം മുതൽ ജീവിച്ചൊരു ജീവിതം, അതിൽ നിന്ന് കിട്ടിയ സ്വാംശീകരിച്ച കാര്യങ്ങളാണ് എന്നിലൂടെ എഴുത്തായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ ഈ ചെറുപ്പത്തിലേ തന്നെ ഞാൻ ഒരു മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത്, ഒരു ലാറ്റിൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള വീടുകളിൽ ഒരു മരണം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ച ആളെ കൊണ്ടുവന്ന് കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പ്രിയപ്പെട്ടവരിങ്ങനെ നെഞ്ചത്തടിച്ച് കരയുന്നതാണ്. അത് സംഗീതാത്മകമായിട്ടാണ് കരയുന്നത്. ഒരു പാട്ട് പോലെയാണ് നമുക്ക് തോന്നുന്നത്, ഒരു വിലാപഗീതം പോലെയാണ്. ഈ പാട്ടിൽ, ഈ കണ്ണോക്ക് പാട്ടിൽ ആ മരിച്ച മനുഷ്യൻ്റെ ജീവചരിത്രം മുഴുവനും വരുന്നുണ്ട്. അയാൾ ജീവിച്ച ജീവിതം മുഴുവൻ അവിടെ വിലയിരുത്തപ്പെടുകയാണ്. അയാളെ കാണാൻ വരുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്.
അവരുടെ വിമർശനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സുഖമില്ലാതെ കിടന്നപ്പോൾ അയാളെ കാണാൻ നീ വന്നില്ലല്ലോ എന്നുള്ള കുറ്റപ്പെടുത്തലുണ്ട്. അങ്ങനെ ഒരു ജീവിതം മുഴുവൻ അവിടെ വിശകലനം ചെയ്യപ്പെടുകയാണ്. ആ ഒരവസ്ഥയാണ് ഈ കണ്ണോക്കിലുള്ളത്. അത് കൊച്ചിയിൽ മുഴുവൻ ഉണ്ടായിരുന്നതാണത്. അതിനു മുമ്പ് ബാൻഡ് സെറ്റുകളൊക്കെ ആയിട്ട് ഈ പാട്ട് പാടുമായിരുന്നു. മരണം ഒരു ആഘോഷമാക്കി മാറ്റുമായിരുന്നു ഈ ലത്തീൻ ക്രിസ്ത്യാനി സമൂഹത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ ഞാൻ അസംഖ്യം വീടുകളിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നെഞ്ചത്തടിച്ച് കരയുന്ന അമ്മമാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ന് നമുക്കത് കാണാൻ പറ്റില്ല. അത് ഈ എടക്കൊച്ചി, ഫോർട്ട് കൊച്ചി ആ ഭാഗങ്ങളിൽ ഈ കണ്ണോക്ക് അത് പിന്നീട് മരണത്തിന് ആ വാക്ക് പറയാൻ തുടങ്ങി. എവിടെ പോയിരുന്നു? ഞാനൊരു കണ്ണാക്കിന് പോയിരുന്നു എന്ന് പറഞ്ഞു. അതായത് മരിച്ച വീട്ടിൽ പോയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ണാക്കിട്ട് നിലവിളിക്കുക എന്ന് പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പദപ്രയോഗം ഉണ്ടാകുന്നത് അങ്ങനെയാണത്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്തിൽ ലത്തീൻ അമേരിക്കയിലൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഉണ്ട്. അതിങ്ങനെയുള്ള ഞാൻ ചില നോവലുകളിലൊക്കെ വായിച്ചിട്ടുണ്ട് അത് ഇത്തരം അനുഷ്ഠാനങ്ങൾ ഒക്കെ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ പക്ഷേ ഇങ്ങനെ ഒരു കരച്ചിൽ വളരെ അപൂർവമാണ്. നമ്മൾ എല്ലാവരും ഈ പുതിയ തലമുറയിലേക്ക് എത്തുമ്പോൾ അതേപോലെ പ്രാകൃതമായിട്ട് ആവിഷ്കരിക്കാനൊന്നും ആർക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ നമ്മളും വളരെ വേദനകളൊക്കെ അടക്കി. ഇത് മലബാറിലും ഇത്തരം ആചാരങ്ങളുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അതെ, ഞാനും കേട്ടിട്ടുണ്ട്. പ്രത്യേകതരം വിഭാഗക്കാർ ഇതുപോലെ മരണ വീട്ടിലേക്ക് വരികയും മരിച്ച ആളുകൾക്ക് വേണ്ടി കരയുകയും ചെയ്യുന്ന പോലത്തെ ആചാരങ്ങളുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അതെ അതെ അതെ. എഡിറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മൾ മുന്നേ സംസാരിച്ചതുപോലെ ഒരു കഥ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സ് വളരെ ക്രൂഷ്യലാണെന്ന്. തീർച്ചയായിട്ടും അതെ. അതായത് ഇപ്പോൾ നമ്മൾ വളരെ നൈസർഗികതയ്ക്ക് വിട്ടുകൊടുക്കുക ആദ്യത്തെ ഡ്രാഫ്റ്റ് എപ്പോഴും. അതൊരു മോശമായിരിക്കും ആദ്യമേ തന്നെ തോന്നും. ഇത് ആദ്യം എഴുതുന്നത് മോശം തന്നെയാണ് എന്ന് നമ്മൾ വിചാരിച്ചിട്ടാണ് ഇത് എഴുതുന്നത്. പിന്നീട് ഇതിൽ പ്രവൃത്തിയെടുക്കാനും വേണമല്ല. ഇപ്പോൾ ഒരു മരം ഉണ്ടെങ്കിലല്ലേ അതിൽ നമുക്ക് ചിസിൽ ചെയ്യാൻ പറ്റുള്ളൂ, ശില്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഒരു മരം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് ഇതാണ് എന്ന് വന്നു കഴിഞ്ഞാൽ, ഈവൺ ഇപ്പോൾ തിരക്കഥ എഴുതുമ്പോൾ പോലും ഞാനിപ്പോൾ അതേ ആ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പോലും പണി കൂടുതലായിരിക്കും, തീർച്ചയായിട്ടും പണി കൂടുതലായിരിക്കും. അപ്പോൾ ഒരിക്കൽ ഞാൻ ലോഹിദാസിനോട് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ആദ്യം സീൻ ഓർഡർ എഴുതിയിട്ടാണോ തിരക്കഥ എഴുതണമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ അങ്ങോട്ട് എഴുതി പോകാറാ പതിവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാകുമായിരിക്കും അത്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ എഴുതി അങ്ങോട്ട് പോവുകയാണ്. പലപ്പോഴും സെറ്റിലിരുന്നാണ് അദ്ദേഹം എഴുതുന്നത്. അതൊരു പ്രതിഭയാണ്. എനിക്കൊന്നും സാധിക്കില്ല, അത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ ഞാനിത് എഴുതുന്നത് ഒന്നെഴുതി പിന്നീട് അത് മോഡിഫൈ ചെയ്ത് വർക്ക് ചെയ്ത് ഒന്നെഴുതി കഴിയുമ്പോഴാണ് അത് എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ. അതിൻ്റെ തുടക്കം എന്താണ്, എൻ്റെ എന്താണ്, മധ്യം എന്താണ്. അപ്പോൾ ഇത് വീണ്ടും വർക്ക് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ഇത് പുറത്ത് വരുമ്പോഴേ എനിക്ക് മനസ്സിലാകുന്നുള്ളൂ. അത് ആ ഒരു ഡ്രാഫ്റ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് ഞാൻ സത്യത്തിൽ എഴുത്ത് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് സാധിക്കുള്ളൂ. എൻ്റെ ഒരു പരാധീനതയാകാം അതാണ് എൻ്റെ ഒരു രീതി. സിനിമയുടെ എഴുത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന സ്ട്രക്ചറുകളില്ലാതെ എഴുതുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും കുറച്ച് കാലഘട്ടത്തിൽ ഇപ്പുറത്തേക്ക് വരുമ്പം ആളുകൾക്ക് അത് വേണ്ട എന്നുള്ളത്. ഇപ്പോൾ തിരക്കഥകൾ നിങ്ങൾ വലിച്ചെറിയൂ അല്ലെങ്കിൽ കത്തിച്ച് കളയൂ എന്ന് പറയുന്ന സംവിധായകരുള്ള എഴുത്തുകാരുള്ള മലയാളം ഇൻഡസ്ട്രി തന്നെയാണ് നമ്മുടേതും. അപ്പം അവിടേക്ക് ഈ എഴുത്തിൻ്റെ രീതികൾ അല്ലെങ്കിൽ തിരക്കഥ എഴുത്തിൻ്റെ നേരത്തെ പറഞ്ഞ ചട്ടക്കൂടുകൾ, ഫോർമാറ്റുകൾ പൊളിക്കപ്പെടുന്ന എത്രത്തോളം റെവല്യൂഷണറി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നും ആരും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതായത് ഷാൻ പോൾ ഗോദാർദാണ് പറഞ്ഞത് തിരക്കഥ കത്തിച്ചുകളയും എന്ന് പറഞ്ഞത്. ഗോദാർദിന് അത് പറയാൻ അവകാശമുണ്ട്. കേരളത്തിൽ ഒരു സംവിധായകന് അത് പറയാനുള്ള അവകാശമില്ല. കാരണം അവർ വളരെ ചിട്ടപ്പടിയുള്ള സിനിമകളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഗോദാർദ് സിനിമയെ ബ്രേക്ക് ചെയ്ത ആളാണ്. അദ്ദേഹം മൊത്തം തിരുത്തി കളഞ്ഞു പുള്ളി. സിനിമയെ മാറ്റി പണിത ഒരാളാണ്. ഗോദാർദിന് അത് പറയാൻ റൈറ്റുണ്ട്. അപ്പോൾ ഈ ലോക സിനിമയിൽ, അതായത് ന്യൂ വേവ് തുടങ്ങിയ കാലം മുതൽ തന്നെ ഈ സിനിമയെ എങ്ങനെ തകിടം മറിച്ച് മറ്റൊന്നാക്കി മാറ്റി തീർക്കാം എന്നുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ തന്നെ സാൽവദോർ ഡാലിയുമായിട്ട് ചേർന്ന് ബ്യുനുവേൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. 1929 തോന്നുന്നത്, ആൻ ആൻഡലൂഷ്യൻ ഡോഗ് എന്ന് പറഞ്ഞിട്ട്. അത് സറിയൽ മൂവിയാണത്. അത് ഇന്നും കാണുമ്പോൾ നമ്മളൊന്ന് ഞെട്ടിപ്പോകും. അതിൻ്റെ മൂന്നാമത്തെ ഷോട്ട് ഒരു കണ്ണിങ്ങനെ വിടർത്തി പിടിച്ച് കത്തി കൊണ്ട് കീറുന്നതാണ്. അതായത് നിങ്ങളുടെ കാഴ്ചാശീലങ്ങൾ ഞാൻ തകർക്കുകയാണ്, കീറി മുറിക്കുകയാണെന്ന് ഓഡിയൻസിനോട് പറയുകയാണ്. അത് കണ്ടിട്ട് ഓഡിയൻസ് വാവിട്ട് കരഞ്ഞു എന്നാണ് പറയുന്നത്, ഈ കാണികൾ അത് കാണാനിരുന്നിട്ട്.
അപ്പോൾ അത്രയ്ക്ക് വലിയ ഈ സിനിമയുടെ തുടക്കകാലത്ത് തന്നെ ഈ ട്രിപ്പ് ടു ദ മൂൺ എന്ന് പറഞ്ഞ ജോർജ് മെലീസൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ പരീക്ഷണങ്ങൾ അന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ പഴക്കം എത്തിയിട്ട് മലയാള സിനിമയിൽ അത്രയ്ക്കുള്ള പരീക്ഷണങ്ങളൊന്നും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെല്ലാം വളരെ കൺവെൻഷണൽ രീതിയിലാണ് സിനിമ എടുത്തുകൊണ്ടിരുന്നത്. നമുക്ക് ഡയലോഗുകളേ ഉള്ളൂ. ഒരു വലിയൊരു മാറ്റമൊന്നും മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല. നമുക്കുണ്ടായിരിക്കുന്നത് ആ ഒരു എന്താ പറയുക, സ്വയംവരം തൊട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ്റെ കുറച്ച് സിനിമകൾ, പിന്നെ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലഘട്ടത്തിലാണ് മെച്ചപ്പെട്ട സിനിമകൾ നമുക്കുണ്ടായത്. അതിനുശേഷം പിന്നെ ചെറിയ ചെറിയ അഡീഷൻസും ചില കൂട്ടിച്ചേർക്കലുകൾ, ചില ശ്രമങ്ങൾ, അത്രയൊക്കെ മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് മലയാള സിനിമയിൽ ആരും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അതിൻ്റെ മുടക്ക് മുതൽ തിരിച്ചു കിട്ടുന്ന പണികളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സാഹിത്യമൊക്കെ എത്തിയ ഉയരങ്ങളിലേക്കൊന്നും അടുത്തെത്താൻ പോലും നമ്മുടെ മലയാള സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ പുതിയ കാലങ്ങളിൽ ഒരുപാട് പരീക്ഷണങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. തോന്നുന്നു രാജീവ് രവി ഇത് പറഞ്ഞിട്ടുണ്ട്, തിരക്കഥ എന്ന് പറയുന്നത് വെറുതെ ഒരു സ്ട്രക്ചർ മാത്രമാണ്, അതില്ലാതെ വേണം സിനിമ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം പുതിയ കാലത്ത് നമ്മൾ രീതികളെല്ലാം മാറ്റുകയാണ് എന്ന് പറയുന്നുണ്ട്. പല വിഷയങ്ങൾ പരീക്ഷിക്കാൻ മലയാള സിനിമ തയ്യാറാവുന്നുണ്ട്. അതിന് വലിയ അംഗീകാരം കിട്ടുന്നതിനൊപ്പം തന്നെ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ഫാക്ടർ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് മലയാള സിനിമ ശരിക്കും സഞ്ചരിക്കുന്നില്ലേ ഇപ്പൊ പുതിയ കാലത്ത്? അല്ല, ഞാൻ പറയുന്നത് ഇപ്പോഴേ നമ്മൾ സംസാരിച്ചത് നല്ല സിനിമയെ കുറിച്ചാണ്. അപ്പൊ ഈ തിരക്കഥ കത്തിച്ചു കളയാനായിട്ട് ഗോദാവതാണ് പറഞ്ഞത്, നമ്മൾ ഏറ്റു പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ചെയ്യുന്നത് പഴയ സ്ട്രക്ചറുള്ള സിനിമയാണെന്ന്. ഈ സിനിമയുടെ സ്ട്രക്ചർ പൊളിക്കണ്ടേ? അത് ചെയ്തിട്ടില്ല. നമ്മൾ പുതിയൊരു കഥ പറയുന്നു പഴയ ഫോർമാറ്റിൽ, പുതിയൊരു പശ്ചാത്തലത്തിലുള്ള ഒരു കഥ പറയുന്നു പഴയ ഫോർമാറ്റിൽ. അപ്പൊ നമ്മൾ അത്ഭുതങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പൊ ഈ ബലത്താർ 7 മണിക്കൂർ സെയ്റ്റൻ ടാങ്ക് എന്നൊരു സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് കൃഷ്ണ ഹോർക്കായുടെ നോവൽ വെച്ചിട്ട്. ആ 7 മണിക്കൂർ കാണുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവം, ഒരു സാഹിത്യത്തെ എങ്ങനെയാണ് സിനിമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ അന്തം വിട്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ ലോകത്തിൽ പല അനുഭവങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്, ഇത്തരത്തിലുള്ള അനുഭവങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ മലയാളത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അത് ഞാൻ ഇവിടെയുള്ള ആളുകൾ പോരാന്നൊന്നും അല്ല, നമുക്ക് ഒരുപാട് അതിൻ്റെ റിസോഴ്സുകളില്ല. അങ്ങനെ പല ഘടകങ്ങളുണ്ട് അതിന്. ഇപ്പം ഈ കുട്ടിസ്രാങ്ക് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ ഫാക്ടർ അതിലുണ്ട്. അതിനപ്പുറത്തേക്ക് അത് വളരെ റോ ആയിട്ടുള്ള ഒരു ഘടന, കേരളത്തിൻ്റെ ഒരു ഘടനയെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് കുട്ടിസ്രാങ്ക് വന്നത്. കുട്ടിസ്രാങ്ക് നാഷണൽ അവാർഡ് വിൻ ചെയ്യുന്നു. അതിൻ്റെ ഒരു ഓളം കേരളത്തിൽ കുട്ടിസ്രാങ്ക് ഉണ്ടാക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ EMI ഉണ്ടാക്കിയ പോലത്തെ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് അത് എത്തി ചർച്ച ചെയ്ത് അതിനെ വിശകലനം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കുട്ടിസ്രാങ്കിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഈ പറയുന്ന കാലഘട്ടത്തിലെ മാറ്റം ഓഡിയൻസിൽ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ടോ? കുട്ടിസ്രാങ്ക് എന്ന സിനിമ അത് പലപ്പോഴും എന്താ പറയുന്നത്, ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമയാണ്. ഒരു ആർട്ട് ഫിലിം നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന, അക്കാഡമിക് ഫിലിം എന്ന് പറഞ്ഞിരുന്ന ആ സ്കൂളിൽ നിന്ന് വന്നൊരു സിനിമയാണ്. ഷാജി എൻ കരുൺ അത്തരം സിനിമകൾ എടുത്തിരുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് അതിലേക്ക് നമ്മളുടെ മെയിൻ സ്ട്രീം കാണികൾ എത്തുന്നില്ല. അതേസമയം ഇമായവ് വരുമ്പോൾ അതൊരു മെയിൻ സ്ട്രീം സ്കൂളിൽ നിന്ന് വരുന്നതാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി മെയിൻ സ്ട്രീം സംവിധായകനാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ഈ വശങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു നീമായോവിലേക്ക് പോയപ്പോൾ. ഇതൊരിക്കലും ഒരു അക്കാഡമിക് സിനിമയുടെ ഫോർമുലകളിലേക്ക് പോകരുത്, ഒരു ഫോർമുലകളിലേക്കും പോകരുത്. വളരെ ജെനുവിനായിട്ടുള്ള ഒരു ആവിഷ്കാരമായി തീരണം എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് എൻ്റെ സിനിമയെക്കുറിച്ചുള്ളൊരു ചിന്ത അത് തന്നെയാണത്. അതായത് ഒരു ഓണസ്റ്റ് ആയിരിക്കുക. അപ്പോൾ ഇമായോവിൻ്റെ ഒരു ഗുണം അതാണ്, അത് ഓണസ്റ്റാണത്. അതിൽ വലിയ മായം ചേർത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം അതിനുണ്ടായി. അതായത് പലയിടത്തും ആ അനുഭവം നമ്മുടെ കാണി ഏറ്റെടുത്തു, അവരെ സ്പർശിച്ചൊരനുഭവം അതിലുണ്ടായി. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മരിച്ച വീടിൻ്റെ ചിത്രീകരണമായിരുന്നില്ല. അത് കടലോര ദേശത്തെ ഒരു മരിച്ച വീട്ടിലേക്ക് അവിടുത്തെ ഒരു സമൂഹം കയറി വരുന്നതാണ്. ആ ജീവിതം കയറി വരുന്ന, പലതരത്തിലുള്ള ജീവിതങ്ങൾ കയറി വരുന്ന ആ സിറ്റുവേഷനാണ് നമ്മൾ ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാറ്റും മഴയും കടലിൻ്റെ ഇതും ഒക്കെ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ. അപ്പോൾ അതാണ് കൂടുതൽ ആളുകളെ തൊട്ടത്.
ആളുകൾ കൂടുതൽ കാണാൻ വന്നത് ഈമയവുമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ഈമയോവില് അവസാനത്തെ ഒരു രംഗമുണ്ട്. ആള് കുഴിയിൽ കുരിശ് വെച്ച് അതിൽ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്ന സമയത്ത് വൈഡറിൽ ഒരു ഇലയിലെ ഒരു റൂമിലേക്ക് അത് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഇത് കണ്ടതിന് ശേഷമാണ് സാർ DC എഴുതിയിട്ടുള്ള ആർട്ടിക്കിൾ ഞാൻ വായിക്കുന്നത്. ലിജോയുടെ കൂടെ വാഗമണിൽ പോയ കഥ, ആന്റി ക്രൈസ്റ്റിന്റെ കഥ എഴുതാൻ പോയതിന്റെ കഥ. അപ്പൊ അതില് ഒരു അച്ഛൻ ചാപിള്ളയായിട്ട് ഉള്ളൊരു കുട്ടിക്ക് മേലെ കുരിശ് വെക്കുന്ന കാര്യം പറയുന്നുണ്ട്. ആ കഥ ഇതിനെ കൂടുതൽ ഇന്റൻസ് ആക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു അച്ഛൻ കടന്നുപോയ ഒരു അനുഭവത്തെയാണ് അവിടെ നിന്ന് എടുത്തിട്ടാണത് ഇവിടേക്ക് വരുന്നത് എന്നുള്ളത് ഭയങ്കരമായിട്ട് അതിന്റെ വൈകാരികത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ എലമെന്റ് ഇവിടെ വേണം എന്ന് തോന്നിയത് അതുകൊണ്ടാണോ? ആ അച്ഛന്റെ ഒരു വൈകാരികത കണ്ടിട്ടുണ്ടോ അതില്? ഇല്ല, അതെ. ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈമയവ് എഴുതുമ്പോൾ അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഞാൻ ഓണസ്റ്റായിട്ട് പറയാം. പിന്നീട് അത് വന്നു കഴിഞ്ഞ് ആലോചിക്കുമ്പോഴാണ് ചാവുനിലത്തിൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ഞാൻ തന്നെ തിരിച്ചറിയുന്നത്. അപ്പം അന്നേരം ഇത് എന്നെ ഫോളോ ചെയ്യുന്നില്ല, എന്നെ പിന്തുടരുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ളൊരു ആലോചനയിലാണ് ഞാനത് തിരിച്ചറിയുന്നത്. അത് പലരും പറയുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചറിയുള്ളൂ. എനിക്ക് ബുദ്ധി കുറവായതുകൊണ്ട്. പക്ഷെ അത് ആ എലമെന്റ് വളരെ രസകരമായിട്ട് അതിൽ പ്ലേസ്ഡ് ആവുന്നുണ്ട്. വലിയൊരു മാറ്റം കൊണ്ടുവന്ന സിനിമയാണ്. അതോടൊപ്പം തന്നെ സാറിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അല്ലെങ്കിൽ എഴുത്തിന്റെ ശൈലിയിൽ അല്ലെങ്കിൽ സിനിമയുടെ ഉള്ളൊരു കാഴ്ചപ്പാടിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം എന്താണ്? ഈമയോ അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കിയില്ല. അത് ഞാൻ ഹാപ്പി ആയിരുന്നു, വളരെ സന്തുഷ്ടനായിരുന്നു. ഈമയവ് എന്ന് എഴുതുമ്പോൾ ഉണ്ടായ ആ ഒരു വൈകാരികാവസ്ഥ അത് പിക്ചറൈസ് ചെയ്ത് അത് സംവിധായകൻ വളരെ നന്നായിട്ട് പണി ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് അത് ഉൾക്കൊള്ളുകയും ആവിഷ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ക്രാഫ്റ്റ് മുഴച്ചു നിൽക്കാതെ അതൊരു വലിയ കാര്യമാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം പ്രകടമാക്കാനാണ് ശ്രമിച്ചിരുന്നെങ്കിൽ ഇത് വരില്ല. അപ്പോൾ ആ സിനിമ ആവിഷ്കരിക്കാനായിട്ടാണ് നമ്മളെല്ലാവരും ശ്രമിച്ചത്. അതിൻ്റെ ഒരു ഭംഗി അതിനുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെൻ്റെ ജീവിതത്തിലൊന്നും മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അത് ഇങ്ങനെ എന്നെ പിന്തുടരാതിരിക്കാൻ ഞാൻ നോക്കിയിരുന്നത്. മറ്റൊന്നിലേക്ക് പോകണമല്ലോ നമ്മൾ. അതിന്ന് വിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് അടുത്തതിലേക്ക്. അതെ അതെ. ഈ ആക്ടേഴ്സ് ഒക്കെ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിൻ്റെ ഉള്ളിലായിരിക്കും, ഉള്ളിൽ ജീവിച്ച് അയാളെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അഭിനയിക്കുന്നത്. പിന്നീട് ആ കഥാപാത്രത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ പ്രയാസം തോന്നാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കഥാകാരനെ സംബന്ധിച്ചിടത്തോളം കഥാകാരൻ ആ കഥയിൽ ജീവിക്കുകയായിരിക്കുമല്ലോ. എഴുതുന്ന സമയത്ത് ആ കഥ എന്താണ്, ആ കഥയുടെ ഇമോഷൻ എന്താണ്, ആ വൈകാരികതയിൽ ജീവിക്കുന്ന ആളായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞു ഈമയോവിൻ്റെ ഇമോഷനിലായിരുന്നു എന്ന് പറഞ്ഞു. ഈമയോ കാണുന്ന ആളുകളെ തന്നെ വലിയ രീതിയിൽ ഇമോഷണലി ഹോണ്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. ആളുകളുടെ ഇടയിൽ വലിയ ഞെട്ടലുണ്ടാക്കുന്ന, മരവിപ്പുണ്ടാക്കുന്ന സിനിമയാണ്. അപ്പം ഇതിൻ്റെ എഴുത്തിൻ്റെ പ്രോസസ്സിലും ഈ ഒരു മരവിപ്പാണോ അനുഭവപ്പെട്ടിട്ടുള്ളത്? അതങ്ങനെ പറയാൻ പറ്റില്ല. അതിപ്പോൾ ഈ ആക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞത്, അത് മെത്തേഡ് ആക്ടിങ് വിശ്വസിക്കുന്ന ആളുകളാണ് ഇത് ചെയ്യുന്നത്. അതെപ്പോഴും വിജയിക്കണം എന്നില്ല. അപ്പോൾ ഒരു കഥാപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറി അതായി മാറുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മാരത്തോൺ മാൻ എന്ന് പറഞ്ഞൊരു പഴയ സിനിമയുണ്ട്, 76 അപ്പോൾ അതിൽ ഡസ്റ്റിൻ ഹോഫ്മാൻ അഭിനയിച്ചിരുന്നത്. ഡസ്റ്റിൻ ഹോഫ്മാൻ മെത്തേഡ് ആക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഈ മാരത്തോൺ ഓട്ടക്കാരനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് കഷ്ടപ്പെടുന്ന ശരീരത്തെ പീഡിപ്പിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിഭീകരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പീഡിപ്പിക്കുന്ന ഒരു വില്ലനുണ്ട്, അത് നമ്മുടെ ലോറൻസ് ഒളീവിയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ലോറൻസ് ഒളീവിയ വന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഡസ്റ്റിൻ ഹോഫ്മാൻ. അപ്പോൾ പുള്ളി ഇങ്ങനെ കൗതുകത്തോടെ നോക്കുന്നുണ്ട്. എത്രയോ പഴക്കമുള്ള മനുഷ്യനാണ്, എത്രയോ പ്രതിഭാശാലിയാണ്. അപ്പോൾ ഡസ്റ്റിൻ ഹോഫ്മാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെ ഇങ്ങനെ ഇത്ര അനായാസമായിട്ട് ചെയ്യാൻ പറ്റുന്നു? എനിക്കത് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ്, നിങ്ങളത് പ്രിറ്റൻഡ് ചെയ്യൂ മനുഷ്യ, അത് ഉള്ളിലേക്ക് എടുക്കണ്ട, അഭിനയിച്ചാൽ പറ്റും. അതൊരു ആക്ടർക്ക് ആ രണ്ട് മെത്തേഡ് ഉപയോഗിക്കാം. മെത്തേഡ് ആക്ടിങ്ങിൽ ഈ ആ വേദന മുഴുവൻ ഉള്ളിലേക്ക് എടുത്ത് അത് മുഴുവൻ അനുഭവിച്ചു. ഇപ്പോൾ കള്ളുകൂടിക്കുന്നൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഭയങ്കര മദ്യപനായിട്ട് തീരുകയാണ് ഒരാൾ. അപ്പം അതൊന്നും ആവശ്യമില്ല എന്ന് പിൽക്കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അത് രണ്ട് മെത്തേഡും ഉണ്ട്. അത് ഇപ്പം ഞാൻ എഴുത്തന്നെ ബാധിക്കുമായിരിക്കും. ഈ
പക്ഷേ ഒരു മെത്തേഡ് ആക്ടറുടെ പോലെ എന്നെ ബാധിക്കില്ല അത്. ഞാൻ എന്നത്തെയും പോലെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് എൻ്റെ ജോലികളൊക്കെ ചെയ്ത്, ഇപ്പോൾ മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ മാർക്കറ്റിൽ പോയി കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി അവരെ സ്കൂളിലാക്കേണ്ടത് ഇതെല്ലാം ചെയ്തിട്ടാണ് ഈ നോവൽ എഴുതാൻ ജോലിക്ക് പോയി തിരിച്ചു വന്ന് രാത്രി ഇരുന്നിട്ടാണ് വീണ്ടും ഈ നോവലിലേക്ക് തിരിച്ചു കയറുന്നത്. അപ്പം നമുക്ക് ഇത് ആ ഒരു ഇമോഷൻ ഇങ്ങനെ നിലനിർത്തണമെന്നും കണ്ടിന്യൂറ്റി കിട്ടണമെന്നില്ല, ജീവിതം വെള്ളത്തിലാവും. അപ്പോൾ അത് സാധിക്കില്ല. ഇപ്പോൾ ഒരു എഴുത്ത് കടലാസിൻ്റെ മുന്നിൽ വന്നിരുന്ന് ഒരു 10-15 മിനിറ്റിനകം നമ്മൾ ആ ഇതിലേക്ക് വരും. കാരണം നമ്മൾ വളരെ ഉള്ളിലേക്ക് കയറി നിന്ന് തന്നെയാണ് ഇത് എഴുതുന്നത്. പക്ഷെ അത് പകൽ മുഴുവൻ ഇത് കൊണ്ട് നടക്കണം എന്നില്ല. അത് അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഇത് എത്തിക്കൊള്ളൂ. അത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്.